Welcome to this new series of Prep Academy where we discuss about various careers, its progression and challenges. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ലോയെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഫഷനാണ് ലോ, അല്ലേ? അപ്പം ഇന്ത്യയിൽ എന്താണ് ലോയിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകളാണ് ലോയിലുള്ളത്? നമ്മൾ ബേസിക്കലി നമുക്കുള്ളത് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന 3 വർഷത്തെ LLB കോഴ്സാണ്. അപ്പം ഇതിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. കോർപ്പറേറ്റ് ലോ ഉണ്ട്, ലിറ്റിഗേഷൻ ബേസ്ഡ് ഉണ്ട്, ടോട്ട്സ് ഉണ്ട്, കോൺട്രാക്ട്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം എന്താണ് ഒരു ലോ ആസ്പിറൻ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ? അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും ഒരുപാട് തെറ്റുകളും ഒരുപാട് എറേഴ്സും വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷനാണ് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാനും ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ശ്രദ്ധിക്കാനും ഉണ്ട്. ഒരുപാട് പേരുടെ ലൈഫും നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു തോട്ടും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ലിറ്റിഗേഷൻ ആണെങ്കിലും കോർപ്പറേറ്റ് ലോ ആണെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ്. ഇന്ത്യയിൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് ക്ലാറ്റ് ആണ്. ക്ലാറ്റ് എക്സാം ഇന്ത്യയിൽ 22 നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണ്. പുതിയതായിട്ട് പല നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളും ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ക്ലാറ്റ് എക്സാം നടക്കുന്നത് നമുക്കറിയാം ഡിസംബർ മാസത്തിലാണ്. +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ +2 ആസ്പിറൻസിന് വരെ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു ജൂനിയർ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ലിറ്റിഗേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഒരു ലീഗൽ ടീമിന്റെ പാർട്ടായിട്ടാണ് പലരും വർക്ക് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേജസിൽ. പിന്നീടാണ് ഇൻഡിപെൻഡന്റ് കൺസൾട്ടൻസ് ആയിട്ടും ഇൻഡിപെൻഡന്റ് അഡ്വക്കേറ്റ്സ് ആയിട്ടും ഒരു സീനിയർ ലീഗൽ അഡ്വൈസർ ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നവർക്ക് ഏറ്റവും മികച്ച പാക്കേജസ് ആണ് ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നത്. എബ്രോഡിലും നമുക്ക് ഒരുപാട് സാധ്യതകൾ ലോയ്ക്കുണ്ട്. നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നല്ല പേഷ്യൻസ് ഉള്ള ആൾക്കാർക്കും അപ്ഡേറ്റ് ആവാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഏറ്റവും മികച്ചൊരു പ്രൊഫഷൻ ആണല്ലോ. അതുപോലെ തന്നെ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് ആശങ്കകളുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കരിയറാണ് ലോ. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ കരിയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.